കാസർഗോഡ് സ്വകാര്യ ഡയാലിസിസ് സൗകര്യം അനിശ്ചിതത്വത്തിലായതോടെ വൃക്ക രോഗികൾ ദുരിതത്തിൽ. തുക കുടിശ്ശികയായതിനു പിന്നാലെയാണ് ഡയാലിസിസ് നിർത്തിവെക്കാൻ സെന്ററുകൾ നിർബന്ധിതമായത്. തുക ഉടൻ അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കളക്ടറുടെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഡയാലിസിസ് സെന്ററുകൾക്ക് സർക്കാർ നൽകി വരുന്ന തുക കുടിശ്ശികയായതിനെ തുടർന്ന് ഡയാലിസിസ് നടത്തിപ്പുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് സ്വകാര്യ ഡയാലിസിസ് കേന്ദ്രങ്ങൾ അറിയിച്ചതോടെയാണ് വൃക്കരോഗികൾ ദുരിതത്തിലായത്. കാസർഗോഡ് ജില്ലയിൽ 1000-ൽ പരം വൃക്കരോഗികൾ ജീവൻ നിലനിർത്തുന്നത് ഡയാലിസിസിലൂടെയാണ്. ഇതിൽ വളരെ കുറച്ചു പേർക്കേ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവർ സ്വകാര്യ ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഡയാലിസിസ് എടുക്കുന്നത്. ഈ ഇനത്തിൽ കാസർഗോഡ് പ്രവർത്തിക്കുന്ന കാമത്ത് ഡയാലിസിസ് കേന്ദ്രത്തിന് മാത്രം 1.5 കോടി രൂപ സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് നടത്തിപ്പുകാർ പറയുന്നു. ഡയാലിസിസ് കേന്ദ്രത്തിന് പണം ലഭിക്കാത്തത് കാരണം വലിയ ദുരിതമാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്നും ഇതിനുടൻ പരിഹാരം കാണണമെന്നും വൃക്കരോഗികൾ ആവശ്യപ്പെട്ടു. ഇന്ന് കളക്ടർ വാക്കാൽ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളെ പ്രശ്നം പരിഹരിക്കുന്നു. അഥവാ പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിരാഹാര സമരമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കളക്ടറേറ്റിൽ വന്ന് നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരപരമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഒരാഴ്ചയ്ക്കുള്ളിൽ തുക നൽകുമെന്നും അതുവരെ ഡയാലിസിസ് മുടക്കരുതെന്നും സ്വകാര്യ ഡയാലിസിസ് കേന്ദ്രം നടത്തിപ്പുകാരോട് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.